മനു, CJP വലിയൊരു ഊർജം നൽകുന്നു രാജ്യത്തെ യുവാക്കൾക്ക്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ലേബൽ ഇല്ല എങ്കിലും പിന്തുണയില്ല എങ്കിലും ഇത്തരം ആവശ്യങ്ങൾ അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന സന്ദേശം കൂടിയായി മാറിയോ ആ സമരം? അത് ഇന്ത്യയിൽ മാത്രമല്ല അഭിലാഷ്, അത് ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ സമാനമായ കോക്രോച്ച് അവാമി ലീഗൊക്കെ രൂപപ്പെടുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെയും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ രംഗത്ത് വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ E20 വിഷയം അത് ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലെ ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനൊക്കെ ഒരു പാർലമെൻറ്റ് മാർച്ചിന് നേരത്തെ ആഹ്വാനം നൽകിയിരുന്നു. അത് ഓഗസ്റ്റ് 4-നാണ് നടക്കുന്നത്. E20 പെട്രോളിനെ സംബന്ധിച്ചുള്ള അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു മാർച്ച് നടത്തുന്നത്. അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വാഹന മെയിൻ്റനൻസ് വർദ്ധിക്കുമ്പോൾ ആ വലിയ ജനവിഭാഗത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ഉയർത്തി കാണിക്കുന്നു. മറുവശത്ത് മറ്റൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ ഉപയോഗം അവരുടെ വാഹനങ്ങളെ എങ്ങനെ ബാധിക്കും, കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ചോദ്യം വരുന്നു. കാരണം പെട്രോൾ എന്നത് നമ്മുടെ നാട്ടിലെ മറ്റൊരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. മിഡിൽ ക്ലാസ് വിഭാഗം അല്ലെങ്കിൽ മധ്യവർഗം എന്ന് പറയുന്ന ഇപ്പോൾ പാറ്റ സമരത്തിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഈ മധ്യവർഗം അവരുടെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ പെട്രോൾ. വാഹനങ്ങൾ ഉള്ളവരാണ്. സ്വാഭാവികമായും ഈ വിഷയം അവരിലേക്ക് എത്തുമ്പോൾ അത് അവരെല്ലാം തന്നെ ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 100 ഒക്ടേൻ പെട്രോളുകൾ ഇപ്പോൾ പലയിടങ്ങളിലും ഉണ്ട്. ഡൽഹിയിലൊക്കെ അതിൻ്റെ വില ഏതാണ്ട് 169 രൂപയാണ് ഒരു ലിറ്ററിന് വരുന്നത്. ഇപ്പോൾ ഈ എത്തനോൾ കലർന്ന പെട്രോൾ ആകുമ്പോൾ അത് 102 രൂപയ്ക്ക് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഡൽഹിയിൽ ഉണ്ട്. മറ്റിടങ്ങളിലും കുറച്ചുകൂടെ വില കുറച്ച് പെട്രോൾ നൽകാൻ കഴിയും എന്ന് പറയുന്നു. പക്ഷേ അത് വാഹനത്തിൻ്റെ കാലപ്പഴക്കത്തെ എങ്ങനെ ബാധിക്കും, അതോടൊപ്പം അതിൻ്റെ എഞ്ചിനെ എങ്ങനെ ബാധിക്കും, കൂടുതൽ മെയിൻ്റനൻസ് വരുമോ, ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളുണ്ട്. അവിടെയാണ് ഇവർ പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ഉപഭോക്താവിന് നൽകണം. ഒരുപക്ഷെ ആളുകൾക്ക് ഈ താല്പര്യമില്ലാത്ത 100 ഒക്ടേൻ പെട്രോൾ അടിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വില കുറഞ്ഞ ഈ എത്തനോൾ ഒക്കെ മിശ്രിതമുള്ള പെട്രോളുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ആ നിലയ്ക്ക് പ്രയോജനപ്പെടുത്തണം എന്നതാണ്. പക്ഷേ ഇവിടെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു പ്രധാന കാര്യം, നമ്മൾ ഇന്ത്യ എന്നത് ഏറ്റവും വലിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഫോറിൻ റിസർവ് അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരത്തെ ബാധിക്കുന്നൊരു കാര്യമാണ് പെട്രോളിൻ്റെ അമിതമായ ഇറക്കുമതി. അത് നമ്മുടെ രൂപയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. മാത്രവുമല്ല, ഇത്തരം ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഇറക്കുമതി കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിന് കുറച്ചുകൂടി കരുത്ത് നൽകും. അങ്ങനെയൊക്കെ മറുവശങ്ങൾ ഇതിനുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. തീർച്ചയായും ആ നിലയിൽ ആണ് നമ്മുടെ ഇന്ധനത്തിൽ, അതായത് പെട്രോളിലും ഡീസലിലുമൊക്കെ എത്തനോൾ ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപഭോക്താക്കൾക്ക് അത് താല്പര്യമെങ്കിൽ ഉപയോഗിക്കട്ടെ, അല്ലാത്തവർക്ക് പെട്രോളും ഡീസലും നേരത്തെ ഉപയോഗിച്ചിരുന്നത് പോലെ ഉപയോഗിക്കാനുള്ള ഒരു അവസരം നൽകണം എന്നതാണ് ഈ കൂട്ടായ്മയുടെ ആവശ്യം. ഒപ്പം മറ്റൊരു ആരോപണം ഉയരുന്നത് നിതിൻ ഗഡ്കരിയുടെ മകന് പങ്കാളിത്തമുള്ള ഈ എത്തനോൾ കമ്പനിയുടെ ഓഹരികൾ കുതിച്ചുയർന്നു എന്നതാണ്, ഓഹരിയുടെ മൂല്യം എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ നീക്കം എന്ന തരത്തിലുമൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെയും കേന്ദ്ര സർക്കാർ എങ്ങനെയാകും അഭിസംബോധന ചെയ്യുക എന്നതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.